ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഒരു വൻ മാറ്റത്തിന്റെ വക്കിലാണെന്ന് അറിയാമല്ലോ. ഇതിലേറ്റവും പുതിയതായി അമേരിക്കൻ ഡിഫൻസ് ടെക് കമ്പനിയായ ഷീൽഡ് എഐയുമായി ഇന്ത്യ ഒരു ചരിത്രപരമായ കരാർ ഒപ്പിടാൻ പോകുന്നു. വിബാറ്റ് എന്ന അത്യാധുനിക കോമ്പാക്ട് ഡ്രോണുകൾ വാങ്ങാനും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുമാണ് ഈ കരാർ. ഇതൊരു സാധാരണ വാങ്ങൽ കരാർ മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു നീക്കമാണ്. ഇന്ന് ഈ കരാറിനെക്കുറിച്ചും വിബാറ്റ് ഡ്രോണിന്റെ പ്രത്യേകതകളും ഇന്ത്യയെ ഒരു ആഗോള ഡ്രോൺ ഹബ്ബ് ആക്കാനുള്ള പദ്ധതിയെക്കുറിച്ചും നോക്കാം. ഒപ്പിടാൻ പോകുന്ന ഈ കരാർ ഏകദേശം 40,000 കോടിയുടെ എമർജൻസി പ്രൊക്യൂർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിബാറ്റ് ഡ്രോണുകൾ വിതരണം ചെയ്യാനാണ് ഷീൽഡ് എഐയുമായി ചർച്ച നടക്കുന്നത്. ഇതിലെ ആദ്യത്തെ കരാർ $35 മില്യൺ, അതായത് ഏകദേശം 300 കോടി രൂപ. പക്ഷേ ഇതിനും അപ്പുറം മറ്റൊരു പദ്ധതി കൂടിയുണ്ട്. ഷീൽഡ് എഐയും ഇന്ത്യയിലെ JSW ഗ്രൂപ്പിന്റെ ഡിഫൻസ് വിഭാഗവുമായി 800 കോടിയുടെ ഒരു ജോയിന്റ് വെഞ്ചർ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഈ കരാറിലൂടെ വിബാറ്റ് ഡ്രോണിന്റെ പൂർണ്ണമായ ടെക്നോളജി ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. ഈ പദ്ധതിയുടെ ഭാഗമായി JSW ഗ്രൂപ്പ് 2 വർഷത്തിനുള്ളിൽ 800 കോടിയോളം രൂപ നിക്ഷേപിക്കും. അതിൽ 550 കോടിയോളം ആദ്യ വർഷം തന്നെയായിരിക്കും നിക്ഷേപിക്കുക. ഇന്ത്യയിൽ ഒരു നിർമ്മാണ യൂണിറ്റ്, ഗ്ലോബൽ കംപ്ലയൻസ് പ്രോഗ്രാം, തൊഴിലാളികൾക്ക് പരിശീലനം, ഇതെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഇനി വിബാറ്റ് ഡ്രോണുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഡ്രോൺ ആണ്. അതായത് കുത്തനെ പറന്നുയരാനും ഇറങ്ങാനും ഇതിന് ശേഷിയുണ്ട്. ഫിക്സഡ് വിങ്ങുകളുള്ള ഈ ഡ്രോൺ ദീർഘനേരം വായുവിൽ പറന്നു നടക്കാൻ ശേഷിയുള്ളതാണ്. ഇന്റലിജൻസ്, നിരീക്ഷണം, വസ്തുക്കളെ തിരിച്ചറിയാനുമൊക്കെയായാണ് ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഇത്തരം ഡ്രോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഡിസൈൻ തന്നെയാണ്. വളരെ ഇടുങ്ങിയ സ്ഥലത്ത് പോലും പ്രവർത്തിപ്പിക്കാം, കൂടാതെ എളുപ്പത്തിൽ വിന്യസിക്കുകയും ചെയ്യാം. അമേരിക്കൻ മറൈൻ യൂണിറ്റുകൾ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സേനകൾ ഇതിനോടകം തന്നെ വിബാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. വളരെ മോശം കാലാവസ്ഥകളിൽ പോലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇനി ഈ കരാറിലൂടെ ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്നാമതായി ഇതുവരെ ഇന്ത്യ കൂടുതലായി പ്രതിരോധ ഉപകരണങ്ങൾ വിദേശത്തു നിന്ന് വാങ്ങുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സഹനിർമ്മാണവും പ്രാദേശിക ഉൽപ്പാദനവും ലക്ഷ്യമിടുന്നു. റഷ്യയുമായുള്ള പല കരാറുകളും ഇതിന് ഉദാഹരണമാണ്. എന്നാൽ അമേരിക്കൻ കമ്പനികളുമായി ഇത്തരം കരാറുകൾ വളരെ കുറവാണെന്ന് തന്നെ പറയാം. JSW ഗ്രൂപ്പ് ഇന്ത്യയിൽ അത്യാധുനിക നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുകയും അതുവഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പ്രാദേശിക തൊഴിലാളികൾക്ക് ഹൈടെക് പരിശീലനം നൽകുകയും ചെയ്യും. രണ്ടാമതായി, ഇന്ത്യയെ ഒരു ആഗോള ഡ്രോൺ ഉൽപ്പാദന ഹബ്ബ് ആക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. വിബാറ്റ് ഡ്രോണുകൾ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും. ഇന്ത്യയുടെ കുറഞ്ഞ ചെലവിലുള്ള നിർമ്മാണശേഷി ഇതിനൊരു വലിയ നേട്ടമാണ്. മൂന്നാമതായി, ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുമായി ഒത്തുചേരുന്നു. വിദേശ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കുകയും ഇന്ത്യയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നീക്കമാണ് ഈ പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്ന ഈ കരാർ ഇന്ത്യയെ ആഗോള പ്രതിരോധ വിപണിയിൽ ഒരു പ്രധാന കച്ചവടക്കാരനാക്കി മാറ്റും. ഷീൽഡ് എഐയുമായുള്ള ഈ കരാർ വിബാറ്റ് ഡ്രോണുകളുടെ വെറും വാങ്ങലിനപ്പുറം ഇന്ത്യയെ ഒരു പ്രതിരോധ ടെക്നോളജി ശക്തിയാക്കി മാറ്റും. പ്രാദേശിക നിർമ്മാണം, ടെക്നോളജി ട്രാൻസ്ഫർ, ആഗോള കയറ്റുമതി, ഇതെല്ലാം ഇന്ത്യയുടെ പ്രതിരോധ ഭാവിയെ തന്നെ മാറ്റിമറിക്കും. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ.